എക്കോ റാംബ്ലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ചങ്ങാതിമാർക്കും സ്വാഗതം. അധികമാരും കടന്നു ചെന്നിട്ടില്ലാത്ത ചില പ്രദേശങ്ങളുടെ കാഴ്ചകളുമായാണ് എക്കോ റാംബ്ലർ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. നമ്മൾ ഈ കാണുന്നതാണ് അഴീക്കൽ ബ്രിഡ്ജ്. ഇതിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ച അസാധ്യമാണെന്ന് തന്നെ പറയണം. അത്രയേറെ മനോഹരമാണ് ഈ പ്രദേശം. ഞങ്ങളുടെ യാത്ര കൊട്ടാരക്കരയിൽ നിന്നും തുടങ്ങി പുത്തൂര് വഴി ഭരണിക്കാവ്, ശാസ്താംകോട്ട പിന്നിട്ട് കരുനാഗപ്പള്ളിയിലെത്തി. അവിടുന്ന് നേരെ കൊല്ലം പോകുന്ന റൂട്ടിൽ ഏകദേശം 1 കിലോമീറ്ററോടെ പിന്നിട്ട് ലാലാജി ജംഗ്ഷനിൽ എത്തിച്ചേർന്നു. വലത്തോട്ട് തിരിഞ്ഞ് നേരെ ഗ്രാമക്കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോയാൽ ഏകദേശം ഒരു 6 കിലോമീറ്ററോളം മുന്നോട്ട് പോയാൽ നമുക്ക് അഴീക്കൽ എത്തിച്ചേരാം. വീണ്ടും മുന്നോട്ട് പോയാൽ ചെറിയ അഴീക്കലും അത് കഴിഞ്ഞ് വലിയ അഴീക്കലും കഴിഞ്ഞാൽ അമൃതപുരി, അതായത് വള്ളിക്കാവ് അമൃതാനന്ദമയി അമ്മയുടെ ആശ്രമത്തിലേക്കും ഇതുവഴി എത്തിച്ചേരാവുന്നതാണ്. ഇത് തന്നെയാണ് ഈ പാത തിരഞ്ഞെടുക്കാനുള്ള കാരണവും. ഇത്രയും നല്ല കാഴ്ചകൾ കണ്ട് അഴീക്കൽ എത്തിച്ചേരാം എന്നത് തന്നെയാണ്. നമ്മുടെ നേരുമുന്നിൽ റൈറ്റ് സൈഡിലായിട്ടാണ് ചെറിയ അഴീക്കൽ സ്കൂള്. ഇതേമാതിരിയുള്ള കടകൾ ഇപ്പോൾ നാട്ടിൻപുറങ്ങളിൽ നിന്നും അന്യമായിക്കൊണ്ടിരിക്കുന്നു. ഇത്തരം കാഴ്ചകളും ഇവിടെ ധാരാളമായി കാണാം. അവിടെ നിന്നും വീണ്ടും ഞങ്ങൾ യാത്ര തുടരുന്നു. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നതും ഇത് തന്നെയാണ്. അറബിക്കടലിൻ്റെ അതിമനോഹരമായ കാഴ്ചയാണ്. അഴീക്കലിലെ യൂത്തങ്ങൾ നിറഞ്ഞാടുന്ന ഒരു ഫുട്ബോൾ ഗ്രൗണ്ടാണ് നമ്മളിപ്പോൾ തൊട്ടു മുന്നിൽ കാണുന്നത്. ഇത് 2006 സുനാമി അടിച്ച ഒരു പ്രദേശമാണെന്ന് ഇപ്പോൾ കണ്ടാൽ നമുക്ക് തോന്നുകയില്ല. അത്ര മനോഹരമായി അവിടെ വീണ്ടും പുനഃസൃഷ്ടിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും കടൽ കയറുന്നതിൻ്റെ ഭാഗമായി കര അപ്പാടെ ഇടിഞ്ഞ് കടലിലേക്ക് പോയിട്ടുണ്ട്. അത്തരം പ്രദേശങ്ങളിൽ കടൽഭിത്തി നിർമ്മാണവും നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കടൽഭിത്തി നിർമ്മിച്ചതാണ് മുന്നിൽ കാണുന്നത്. ചെറിയൊരു പുലിമുട്ടാണ്. അതായത് തിരയുടെ ശക്തി കുറയ്ക്കാനായി ചെയ്യുന്ന ഒരു വിദ്യയാണ് ചെറിയ ചെറിയ പുലിമുട്ടുകൾ നിർമ്മിക്കുക എന്നത്. വീണ്ടും അവിടുന്ന് മുന്നോട്ട് പോയാൽ അഴീക്കലിൻ്റെ ഗ്രാമക്കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. അഴീക്കലിലെ നല്ല നല്ല കാഴ്ചകൾ ഇതിൻ്റെ പിന്നാലെ വരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ സംശയം ഞങ്ങളുടെ വാഹനത്തിനാണോ അതോ ആ ബോട്ടിനാണോ സ്പീഡ് കൂടുതലെന്നാണ്. 2006 സുനാമിയിൽ നമ്മളെ വിട്ടുപോയവരുടെ സ്മാരകമാണ് ഇപ്പോൾ കണ്ടത്. ഇരു സൈഡിലുമായിട്ടും തെങ്ങുകളും കാറ്റാടി മരങ്ങളും നിറയെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അഴീക്കലിലേക്ക് എത്തിച്ചേരുന്നു. റൈറ്റിലേക്ക് പോയാൽ വലിയ അഴീക്കലും ലെഫ്റ്റിലേക്ക് പോയാൽ ചെറിയ അഴീക്കലിലേക്കുമാണ് എത്തിച്ചേരുക. ഏകദേശം 1 കിലോമീറ്ററിലധികം നീളം വരുന്ന ഒരു പാലമാണിത്. വലിയ അഴീക്കലിനെയും ചെറിയ അഴീക്കലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ഒരു പാലം. ഈ പാലം വരുന്നതിന് മുന്നേ ഇവിടെ ജങ്കാർ സർവീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ നേരെ മുന്നിൽ കാണുന്ന ആ ടവറാണ് വലിയ അഴീക്കലിലെ ലൈറ്റ് ഹൗസ്. ആ പാലത്തിൽ നിന്നുള്ള കാഴ്ചകളും കണ്ട് ഞങ്ങൾ വീണ്ടും വലിയ അഴീക്കലിലേക്ക് പുറപ്പെട്ടു. അത്രയും അടുത്ത് ചെന്നെങ്കിൽ മാത്രമേ ലൈറ്റ് ഹൗസിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. തിരമാലകളിൽ നിന്നും തീരത്തെ സംരക്ഷിക്കാൻ ചാക്കിനകത്ത് മണൽ നിറച്ച് അടുക്കി വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ കണ്ടത്. നേരെ മുന്നിൽ കാണുന്ന ആ ബസ് കിടക്കുന്നിടത്ത് നിന്ന് റൈറ്റിലേക്ക് പോയാൽ വലിയ അഴീക്കൽ ബീച്ചും ലെഫ്റ്റിലേക്ക് പോയാൽ കൊല്ലവുമാണ്. ഒരു ചങ്ങാതിമാരെ, നമുക്ക് വലിയ അഴീക്കലിൻ്റെ കുറച്ച് കായൽ കാഴ്ചകൾ കണ്ടുവരാം. ഇവിടെ നിന്ന് നോക്കിയാൽ ഓളപ്പരപ്പിലൂടെ മത്സ്യബന്ധനം കഴിഞ്ഞ് തിരിച്ചെത്തുന്ന ബോട്ടുകളും ചെറുവള്ളങ്ങളും മത്സ്യബന്ധനത്തിനായി പോകുന്ന വള്ളങ്ങളും ഒക്കെ കാണാനാകും. ഇതെല്ലാം കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ആഴക്കടലിലെ മത്സ്യബന്ധനം കഴിഞ്ഞ് കരയിലേക്ക് എത്തുന്ന ഒരു ചെറിയ വള്ളമാണ് നമ്മളിപ്പോൾ കണ്ടത്. നേരെ മുന്നിൽ കാണുന്നതാണ് ലൈറ്റ് ഹൗസ്. അങ്ങനെ ഞങ്ങൾ ലൈറ്റ് ഹൗസിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് വലിയ അഴീക്കൽ ബീച്ചിലേക്ക് എത്തി. അവിടെ ആദ്യം കണ്ടത് പരശുരാമൻ്റെ ഒരു സ്റ്റാച്യു ആണ്. വലിയ അഴീക്കൽ ബീച്ചിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഒരു ചെറിയൊരു ഫീസ് നൽകി ഞങ്ങളുടെ വാഹനം സേഫായി വെച്ചതിന് ശേഷം നടക്കാൻ തുടങ്ങി വലിയ അഴീക്കൽ പുലിമുട്ടിലേക്ക്.
തീർച്ചയായും വലിയഴീക്കൽ പുലിമുട്ടിലേക്കോ ബീച്ചിലേക്കോ വരുന്നവർ വെള്ളം, മറ്റ് ഭക്ഷണ സാധനങ്ങൾ കരുതുക. നട്ടുച്ചയായതിനാൽ അടുത്തൊരു കട പോലും തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ മനോഹരമാണെങ്കിലും ഇവിടെയുള്ള ചൂട് സഹിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് രാവിലെയോ വൈകുന്നേരം സമയങ്ങളിൽ മാത്രം പുലിമുട്ട് സന്ദർശിക്കാൻ എത്തുക. ഇപ്പോൾ നേരെ മുന്നിൽ കാണുന്നതാണ് വലിയഴീക്കൽ ബീച്ച്. ഉച്ചയായതിനാലാവണം ആരെയും കാണുന്നില്ല ഇവിടെ. അങ്ങനെ ഞങ്ങൾ നടന്ന് അവസാനം പുലിമുട്ടിൻ്റെ ഒരോരത്തെത്തി. അവിടെ നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറുകരയിൽ കാണുന്നത് ചെറിയഴീക്കിൽ നിന്നുള്ള പുലിമുട്ടാണ്. നേരുമുന്നിൽ കാണുന്നത് വലിയഴീക്കൽ ലൈറ്റ് ഹൗസും വലിയഴീക്കൽ പാലവുമാണ്. തൊട്ടടുത്തിരുന്നുകൊണ്ട് ഒരു ചേട്ടൻ ചൂണ്ടയിടുന്നുണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടതും പുള്ളിക്കാരൻ കവറിലിരുന്ന അപ്പോൾ പിടിച്ച ഒരു മീനിനെ എടുത്ത് ഞങ്ങൾക്ക് കാട്ടിത്തന്നു. പുള്ളി ഞങ്ങളുടെ കുറേ നേരം അവിടുത്തെ കഥകളും വിശേഷങ്ങളും ഒക്കെ പങ്കുവച്ചതിന് ശേഷം പുള്ളിക്കാരൻ പുള്ളിയുടെ ജോലി തുടർന്നു. കുറേ നേരം ഞങ്ങളും അദ്ദേഹത്തിനൊപ്പം കൂടി അവിടെ ഇരുന്ന് ചൂണ്ടയിടുന്ന കാഴ്ചകളൊക്കെ കണ്ടു. പിന്നീട് ചൂടിൻ്റെ കാഠിന്യം കൂടിയപ്പോൾ തീരെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ ഞങ്ങൾ കരയിലേക്ക് മടങ്ങി. പോകുന്നതിനിടയിൽ ഒരുപാട് കുറ്റികൾ പറന്നകലുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. നേരുമുന്നിൽ കാണുന്നതാണ് വലിയഴീക്കൽ ബീച്ച്. സമയം നട്ടുച്ച ആയതിനാലാവണം ഇവിടെ ആരെയും കാണാനില്ല. സാധാരണ വൈകുന്നേര സമയങ്ങളിൽ സഞ്ചാരികളുടെ തിരക്കാണ് ഇവിടെ. അങ്ങനെ ഞങ്ങൾ വലിയഴീക്കലിനോട് വിട പറഞ്ഞ് ചെറിയ അഴീക്കലിലേക്കും അവിടുത്തെ ബീച്ചിൻ്റെയും കാഴ്ചകളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. വലിയ അഴീക്കലിൽ നിന്നും ചെറിയ അഴീക്കലിലേക്ക് പോകുന്ന വഴി പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള വലിയ അഴീക്കൽ ലൈറ്റ് ഹൗസിൻ്റെയും പുലിമുട്ടിൻ്റെയും ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശേഷം 2 കിലോമീറ്ററോളം യാത്ര ചെയ്ത് നമ്മൾ ചെറിയഴീക്കലിൽ എത്തിച്ചേർന്നു. ചെറിയഴീക്കലിൽ നിന്നുള്ള ചെറിയഴീക്കൽ ബ്രിഡ്ജിൻ്റെയും ലൈറ്റ് ഹൗസിൻ്റെയും പുലിമുട്ടിൻ്റെയും മറ്റും കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇത് ചെറിയഴീക്കൽ ഹാർബറാണ്. നേരുമുന്നിൽ കാണുന്നതാണ് അഴീക്കൽ ഹാർബർ. അതിനുള്ളിലേക്ക് കയറിയാൽ പ്രത്യേകം കാഴ്ചകളൊന്നും കാണാനില്ലാത്തതിനാലും നട്ടുച്ച ആയതിനാലും ഞങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചില്ല. അവിടെ നിന്ന് ഹാർബറിൻ്റെ കാഴ്ചകളും കണ്ട് ഞങ്ങൾ മടങ്ങി. പത്ത് മിനിറ്റ് കൂടി മുന്നോട്ട് യാത്ര ചെയ്താൽ ചെറിയഴീക്കൽ ബീച്ചിലെത്തിച്ചേരാം.
വേണേ കുറച്ച് കൊണ്ടിറങ്ങി ആ മതി. പണ്ടിവിടെ സുനാമി അടിച്ച സ്ഥലമാണ്. പോയതാണ്. ഒരുപാട് മരണസംഖ്യയുള്ള സ്ഥലമാണ്. ഗേറ്റ് വേണം. വലിയ അഴീക്കലിലെയും ചെറിയ അഴീക്കലിലെയും കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മടങ്ങുന്നു. വീണ്ടും മനോഹരമായ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എക്കോ റാംബ്ലറിൻ്റെ എല്ലാ ചങ്ങാതിമാർക്കും ഗുഡ് ബൈ.